നിങ്ങൾ ബോട്ടോക്സ്, ഫില്ലേഴ്സ്, കെമിക്കൽ പീലിംഗ്, ലേസേഴ്സ്, ത്രെഡ് ലിഫ്റ്റ്സ് ഇങ്ങനെയുള്ള പ്രൊസീജിയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളോ അല്ലെങ്കിൽ ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ടിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ വീഡിയോ കാണാം. എന്നോട് കുറേ പേഷ്യൻസ് ഒക്കെ വന്നിട്ട് ചോദിക്കുന്ന ഒപ്പിയിൽ സ്ഥിരമായിട്ട് വന്നുകൊണ്ട് പറയുന്ന ഒരു കാര്യമാണ്, ഡോക്ടർ എനിക്ക് ഫേസ് കുറേ ഇങ്ങനെ തൂങ്ങാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് വർഷങ്ങളായി, ഇങ്ങനെ അല്ലെങ്കിൽ ഫേസ് ചുളിഞ്ഞിട്ട് ഈ ജോലൈനൊക്കെ ഇങ്ങനെ തൂങ്ങി കിടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി, അല്ലെങ്കിൽ നെക്കിൽ ഇവിടെ ഇങ്ങനെ മസിൽ ബാൻഡ് പോലെ കാണാൻ തുടങ്ങിയിട്ട് തൂങ്ങിയ സ്കിന്ന് കാണാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. ഞാനിത് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് പിടിക്കുമ്പോൾ അതെല്ലാം കറക്റ്റഡായിട്ട് വരുന്നുണ്ട്. ഞാൻ ആ ഒരു പ്രതീക്ഷയിലാണ് അതൊക്കെ ചെയ്തത്. പക്ഷേ ചെയ്ത് കഴിഞ്ഞിട്ട് ആ റിസൾട്ട് കിട്ടിയില്ല. ദിസ് ഇസ് എക്സാക്ട്ലി ദ പ്രോബ്ലം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഫോർ ദ റൈറ്റ് പേഷ്യൻറ്റ് ദ റൈറ്റ് പ്രൊസീജിയർ. അതുപോലെയുള്ള പ്രൊസീജിയേഴ്സ് ഒരു സെലക്ട് ഫ്യൂ ഇൻഡിവിജ്വൽസിന് കൊടുക്കുന്നത് നമ്മളുടെ ഓഫീസിൽ ഞാനും ചെയ്യാറുള്ള പ്രൊസീജിയേഴ്സ് ആണ്. പക്ഷേ അത് ഫോർ എ വെരി സെലക്ട് ഇൻഡിവിജ്വൽ ഗ്രൂപ്പിനാണ് അത് കൊടുക്കേണ്ടത്. അതായത് വളരെ മൈൽഡ് ആയിട്ടുള്ളൊരു റിജുവിനേഷൻ കിട്ടാനായിട്ട്. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഷർട്ട് ചുളിഞ്ഞിട്ടുണ്ട്, ആ ചുളിവുകൾ മാറ്റാനായിട്ട് നമ്മൾ ഷർട്ടിന് അയൺ ചെയ്യും. പക്ഷേ നമ്മൾ ഷർട്ട് ഓവർ സൈസായി, നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ എല്ലാം ലൂസായിട്ട് കിടക്കുന്നു. നമ്മൾ അപ്പോഴും ഷർട്ടിന് അയൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നം തീരുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഷർട്ടിന് അയൺ ചെയ്യില്ല. അത് നമ്മളെന്ത് ചെയ്യേണ്ടി വരും? അത് റീടെയിലർ ചെയ്യേണ്ടി വരും. ഇതേപോലെയുള്ളൊരു റീടെയിലറിങ് പ്രൊസീജിയറാണ് ഫേസിനകത്ത് ഫേസ് ലിഫ്റ്റ് എന്ന് പറയുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു സർജിക്കൽ ടൂളാണ്. ഫേസിന് നമുക്കൊരു 10-15 ഇയേഴ്സ് ബാക്ക് പിന്നിലോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സിംഗിൾ ഡേയിലുള്ള ഒരു സർജിക്കൽ പ്രൊസീജിയറാണ് ഫേസ് ലിഫ്റ്റ്.